ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറും ഹോമിയോപ്പതിയും തിരുവനന്തപുരം നേമം ശ്രീ വിദ്യാധിരാജ ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ BR ബിന്ദു സംസാരിക്കുന്നു. ലോകമെമ്പാടുമുള്ള ആരോഗ്യ പ്രവർത്തകർക്ക് മുമ്പിൽ ചോദ്യചിഹ്നമായി എത്തുന്ന ഒരു അവസ്ഥാവിശേഷമാണ് ഓട്ടിസം. വ്യക്തിയുടെ വളർച്ചയ്ക്കനുസരിച്ച് നാഡീവ്യൂഹത്തിന് സാധാരണ ഉണ്ടാകേണ്ട വികാസങ്ങൾക്ക് പകരം സംഭവിക്കുന്ന വിവിധ തരം വ്യതിയാനങ്ങളാണ് ഓട്ടിസത്തിനു കാരണം. അവ പലതലത്തിൽ പ്രകടമാകുന്നു. ഓട്ടിസത്തിന്റെ ഓരോ തരവും വ്യത്യസ്തമാണ്. അവയെല്ലാം ഒരുമിച്ച് ചേർത്ത് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ അഥവാ ASD എന്ന് വിളിക്കുന്നു. സാമൂഹികമായ ഇടപെടലുകളിലും ആശയവിനിമയങ്ങളിലും സംഭവിക്കുന്ന തകരാറുകളായാണ് ഇവ പ്രകടമാകുന്നത്. കണ്ണിൽ നോക്കാനുള്ള വിമുഖത, ചില കാര്യങ്ങൾ ആവർത്തിച്ച് ചെയ്യുന്ന സ്വഭാവം, വികാരരഹിതമായ പെരുമാറ്റം, സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങൾ പ്രകടമാക്കാത്ത രീതി തുടങ്ങിയ സവിശേഷതകൾ വിലയിരുത്തിയാണ് ഒരാളിലെ ഓട്ടിസത്തിന്റെ രോഗനിർണയം സാധ്യമാകുന്നത്. ഓട്ടിസത്തിന് വ്യക്തമായ കാരണങ്ങളൊന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഓട്ടിസം ചികിത്സയ്ക്ക് ഇത് വലിയ തോതിൽ വെല്ലുവിളി ഉയർത്തുന്നുമുണ്ട്. വിവിധമായ ലക്ഷണങ്ങളാണ് ഓട്ടിസത്തിനുള്ളതെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ഓരോരുത്തരിലും പ്രകടമാകുന്ന ലക്ഷണങ്ങൾ പലതരത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ചിലർ ശാന്തരായിരിക്കും, ചിലർ സ്വയം ഉപദ്രവിക്കുന്നവരാകും, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നവരാണ് വേറൊരു കൂട്ടർ. ഒരാൾ കുറച്ചു വാക്കുകൾ മാത്രം പറയുമ്പോൾ മറ്റൊരാൾ ഒരു വാക്കുപോലും ഉച്ചരിക്കില്ല. പുതിയ സ്ഥലത്തേക്കെത്തുമ്പോൾ ഓട്ടിസം ബാധിതരിൽ ചിലർ തല ചുമരിൽ തട്ടുകയും കൈ കടിച്ചു മുറിക്കുകയും ഒക്കെ ചെയ്യും. മറ്റു ചിലർ സ്വന്തം മൂക്കിൽ തട്ടി രക്തസ്രാവം ഉണ്ടാക്കും. മറ്റൊരാൾ നിലവിളിക്കുകയും ചെയ്യും. അതിനാൽ ഇവർ ഓരോരുത്തരെയും ഓരോ തരത്തിലാണ് സമീപിക്കേണ്ടത്. ചികിത്സാ പദ്ധതി ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. ഉദാഹരണത്തിന്, ഒരു കുട്ടി ഒരു കാര്യം ചൂണ്ടിക്കാണിച്ച് ആശയവിനിമയത്തിന്റെ ആദ്യ ചുവട് തുടങ്ങുമ്പോൾ സ്പീച്ച് തെറാപ്പി ഉപയോഗപ്രദമാണ്. എന്നാൽ കുട്ടി ഒരു വാക്കുപോലും പറയുന്നില്ലെങ്കിൽ ആ അവസ്ഥയിൽ സ്പീച്ച് തെറാപ്പി കൊണ്ട് ഒരു കാര്യവുമില്ല. അതുപോലെ ഒരു കുട്ടിക്ക് പാടാൻ കഴിയുമെങ്കിൽ ആ കുട്ടിയെ സംഗീതം പഠിപ്പിക്കണം. മറ്റൊരാൾക്ക് കരകൗശലത്തിലാകും താൽപ്പര്യം. ഇവിടെയൊക്കെ അവരുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് പരിശീലനം നൽകണം. ഉദാഹരണത്തിന്, എന്റെ സ്പെഷ്യൽ ഒപിയിൽ വരുന്ന കുട്ടികളിൽ ഒരാൾ മതിലുകൾ കയറാനും നേർത്ത പ്ലാറ്റ്ഫോമുകളിലൂടെ നടക്കാനും മിടുക്കിയാണ്. അതിനാൽ അവൾക്ക് ജിംനാസ്റ്റിക്സിൽ പരിശീലനം നൽകാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അവരുടെ ശക്തി അറിഞ്ഞ് അത് മെച്ചപ്പെടുത്തുന്ന രീതിയാണ് ഫലപ്രദം. അനുബന്ധ ചികിത്സകളുടെ പ്രാധാന്യം ഇവിടെയാണ് പ്രസക്തമാകുന്നത്. പ്രത്യേകിച്ച് ഹോമിയോപ്പതിയിൽ ഇതിന് പ്രാധാന്യമേറെയാണ്. കാരണം ഹോമിയോപ്പതി എല്ലായ്പ്പോഴും രോഗകാരണത്തിലല്ല, രോഗം ബാധിച്ച വ്യക്തിയിലാണ് ശ്രദ്ധിക്കുന്നത്. എങ്ങനെയെന്നാൽ കണ്ണിൽ നോക്കാനുള്ള വിമുഖത, എക്കോലാലിയ അഥവാ വാക്കുകളുടെ ആവർത്തനമോ ആംഗ്യമോ തുടങ്ങിയുള്ള ഓട്ടിസത്തിന്റെ ലക്ഷണങ്ങളുമായി ഒരു കുട്ടി ഞങ്ങളുടെ അടുത്തെത്തിയാൽ ആ കുട്ടിയുടെ രക്ഷിതാക്കളുടെ വിവരങ്ങൾ, അമ്മ കഴിച്ച മരുന്നുകളുടെ വിവരണം, ജനനവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്നിങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒപ്പം രോഗിയുടെ താൽപ്പര്യങ്ങൾ മുഴുവൻ ഹോമിയോപ്പതിയുടെ പഠനമേഖലയാണ്. കുട്ടി സാധാരണയായി അസ്വസ്ഥതയോ കോപമോ പ്രകടിപ്പിക്കാനുള്ള കാരണം അവൻ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഭക്ഷണം, ഇങ്ങനെയുള്ള കാര്യങ്ങളും പ്രധാനമാണ്. ഉദാഹരണത്തിന്, ഞങ്ങൾക്ക് മുമ്പിലെത്തിയ ഒരു കേസ് ഞാൻ പറയാം. 5 വയസ്സുള്ള ഒരു ആൺകുട്ടിയെ അവന്റെ അമ്മയാണ് കൊണ്ടുവന്നത്. കുട്ടിയുടെ വിശദമായ ചരിത്രം ചോദിച്ചറിയുന്നതിനിടയിൽ അമ്മ പറഞ്ഞത് അവന് ഉപ്പുപാത്രം തുറന്ന് നക്കുന്ന ശീലമുണ്ട് എന്നാണ്. അമ്മയുടെ ഗർഭകാല അവസ്ഥയും ചോദിച്ചറിഞ്ഞു. അമ്മായി അമ്മയിൽ നിന്ന് വലിയ മാനസിക സമ്മർദ്ദം അവർക്ക് നേരിടേണ്ടി വന്നതായി മനസ്സിലാക്കി. ഗർഭകാലത്ത് അമ്മയ്ക്കുണ്ടാകുന്ന മാനസിക ആഘാതം കുട്ടിയുടെ വൈകാരിക ആരോഗ്യത്തിൽ വളരെയധികം പ്രാധാന്യമർഹിക്കുന്നതാണ്. ഈ ലക്ഷണങ്ങളെല്ലാം കണക്കിലെടുത്ത് മരുന്ന് തിരഞ്ഞെടുത്തു. അത് ഫലപ്രദമാവുകയും ചെയ്തു. രോഗബാധിതർ ഉറങ്ങുമ്പോൾ ശരീരം മൂടാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? തണുത്ത വെള്ളമാണോ ചൂടുവെള്ളമാണോ കുടിക്കാൻ ഇഷ്ടപ്പെടുന്നത്? അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുന്ന രീതികൾ എന്തൊക്കെയാണ്? ഗർഭാവസ്ഥയിലും മുലയൂട്ടുന്ന സമയത്തും അമ്മ കഴിച്ച ഭക്ഷണത്തിന്റെ വിശദാംശങ്ങൾ എന്ത്? ഗർഭാവസ്ഥയിൽ ഉപയോഗിച്ച മരുന്നുകൾ, ഇവയൊക്കെ ചോദിച്ചറിയും. അലർജിയോ ശരീരവേദനയോ മറ്റസുഖങ്ങളുമായി വരുന്ന രോഗികളോടും ഞങ്ങൾ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. വിശദമായ ചരിത്രം എടുത്തതിനു ശേഷം രോഗിയുടെ വ്യക്തിഗത സവിശേഷതകൾക്ക് യോജിക്കുന്ന ഒരൊറ്റ മരുന്ന് തിരഞ്ഞെടുത്തു നൽകുന്നു.
ഇവയ്ക്കൊപ്പം രോഗികൾ സ്പീച്ച് തെറാപ്പി, ഓക്കുപേഷണൽ തെറാപ്പി പോലുള്ള സമാന്തര ചികിത്സകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവ തുടരാനും അനുവദിക്കും. തുടർന്നുള്ള കാലയളവിൽ ക്രമമായി ഓട്ടിസം തീവ്രതയുടെ അളവ് പരിശോധിക്കുകയും രോഗിയുടെ അവസ്ഥ ആധാരമാക്കി മരുന്ന് ആവശ്യാനുസരണം ആവർത്തിക്കുകയും ചെയ്യും. ഹോമിയോ ചികിത്സ ആരംഭിച്ചതിന് ശേഷം ഓട്ടിസത്തിൻ്റെ ലക്ഷണങ്ങൾ കുറയുക മാത്രമല്ല, രോഗികളുടെ പൊതുവായ പ്രതിരോധശേഷി മെച്ചപ്പെടുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന്, ആ വ്യക്തിക്ക് അപസ്മാരം ഉണ്ടെങ്കിൽ അതിൻ്റെ കാഠിന്യവും ഇല്ലാതാവുന്നതായിട്ട് കാണുന്നുണ്ട്. എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയ മറ്റൊരു വസ്തുത തകരാറുകളുടെ തീവ്രതയും സാന്നിധ്യവും കുറഞ്ഞുവരുന്നു എന്നതാണ്. നല്ല മാറ്റങ്ങൾ സ്ഥിരവുമാണ്. അതായത് നേത്രസമ്പർക്കം മെച്ചപ്പെട്ടു കഴിഞ്ഞാൽ രോഗി ചികിത്സ തൽക്കാലം നിർത്തിയാലും അത് നിലനിൽക്കുന്നു. ഹോമിയോ ചികിത്സയിലൂടെ ഒരിക്കൽ നേടിയ മാറ്റങ്ങളോ മെച്ചങ്ങളോ ചികിത്സ തുടരുന്നതിൽ വീഴ്ച വരുത്തിയാലും പിന്നോട്ടു പോകുന്നില്ല. ആക്രമണ പ്രവണത, പെരുമാറ്റ വൈകല്യങ്ങൾ, അവബോധപരമായ പ്രശ്നങ്ങൾ എന്നിവയിൽ ഹോമിയോ ചികിത്സ വളരെ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. ചികിത്സ തുടങ്ങി 2 മാസത്തിനുള്ളിൽ തന്നെ മാറ്റങ്ങൾ പ്രകടമാകും. കണ്ണിൻ്റെ സമ്പർക്കം കൂടുക, പ്രകോപന സ്വഭാവം കുറയുക തുടങ്ങിയ മാറ്റങ്ങൾ വേഗം പ്രകടമാകുമ്പോൾ സംസാരിക്കാനുള്ള പ്രയാസം ക്രമേണ മാത്രമേ മെച്ചപ്പെടുകയുള്ളൂ. കുട്ടികൾക്ക് ചെറുപ്രായത്തിൽ തന്നെ, അതായത് 5 വയസ്സിന് മുമ്പ് ചികിത്സ നൽകി തുടങ്ങിയാൽ അവരുടെ പുരോഗതി വേഗത്തിലായിരിക്കുമെന്ന് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അവരെ സാധാരണ അവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുവരാൻ നമുക്ക് കഴിയും. എൻ്റെ അനുഭവത്തിൽ 5 വയസ്സിന് മുമ്പ് ചികിത്സ ആരംഭിച്ച ഓട്ടിസം ബാധിതരായ 4 കുട്ടികൾ ഇപ്പോൾ ഓട്ടിസ്റ്റിക് ലക്ഷണങ്ങൾ ഇല്ലാത്തവരാണ്. അല്പം ഹൈപ്പർ ആക്റ്റീവ് എന്നതിനപ്പുറം അവർ സാധാരണ ജീവിതം നയിക്കുന്നു. 15 വയസ്സിന് മുകളിലുള്ളവർക്കാണ് ചികിത്സ ആരംഭിക്കുന്നതെങ്കിൽ ചികിത്സാ പുരോഗതി മന്ദഗതിയിലാണെന്നും കാണാം. നീണ്ടു നിൽക്കുന്ന ചികിത്സ അവരുടെ പെരുമാറ്റ പ്രശ്നങ്ങളിലും ഗ്രഹണശേഷിയിലും പ്രകടമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഹോമിയോ ചികിത്സയ്ക്ക് മുമ്പും ശേഷവും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി പ്രിയ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹോമിയോപ്പതി ചികിത്സയ്ക്കായി ഈ ചികിത്സാരീതിയുടെ അടിസ്ഥാന തത്വങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ഡോക്ടറെ വേണം തിരഞ്ഞെടുക്കുവാൻ. ഹോമിയോ ചികിത്സ ആരംഭിച്ച ശേഷമുള്ള കുട്ടിയുടെ ഓരോ ദിവസത്തെ മാറ്റവും നിരീക്ഷിക്കുകയും ഡോക്ടറിനോട് പറയുകയും വേണം. അടിയന്തര സാഹചര്യങ്ങളിൽ ഒഴികെ മറ്റു മരുന്നുകളുടെ ഇടപെടൽ ഒഴിവാക്കുക. ഒരു ഡോക്ടറുടെ കീഴിൽ മാത്രം ചികിത്സ നടത്തുക. കാരണം വിവിധ ഡോക്ടർമാരുടെ വിവിധ മരുന്നുകൾ നൽകുന്ന ഫലം പോസിറ്റീവ് ആകണമെന്നില്ല. ഏതുതരം മാറ്റവും പനി, ചുമ പോലുള്ള അസുഖങ്ങളും ഹോമിയോപ്പതി ഡോക്ടറുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക. ഡോക്ടർക്ക് അവരുടെ മരുന്നുകൾ ഉപയോഗിച്ചു തന്നെ ഇത് കൈകാര്യം ചെയ്യാൻ കഴിയും. ഓട്ടിസത്തിൻ്റെ ദീർഘകാല ചികിത്സയ്ക്ക് ഇത് ഏറെ ഗുണം ചെയ്യും. ശരീരത്തിൻ്റെ സ്വാഭാവിക പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന ശക്തമായ മരുന്നുകളോ സുഗന്ധത്തിനായുള്ള വസ്തുക്കളോ ഡിയോഡ്രൻറ്റുകളോ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. ഹോമിയോ മരുന്നിൻ്റെ മറുമരുന്നായി പ്രവർത്തിക്കാൻ കഴിയുന്ന കർപ്പൂരത്തെ രോഗിയുടെയും മരുന്നിൻ്റെയും പരിസരത്തു നിന്ന് മാറ്റി നിർത്തുക. നിങ്ങളുടെ ഡോക്ടറുമായി സംസാരിക്കുന്നതിൽ ഒരിക്കലും മടി കാണിക്കരുത്. ചികിത്സയുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും വ്യക്തമാക്കുക. പരസ്യങ്ങളിൽ കാണുന്ന ഹോമിയോ മരുന്നുകളാണെങ്കിലും ഒരിക്കലും അതിന് ഇരകളാകരുത്. മരുന്ന് ഫലപ്രദമാണോ അല്ലയോ എന്ന തീരുമാനത്തിൽ എത്തുന്നതിനു മുമ്പ് കുറഞ്ഞത് 6 മാസമെങ്കിലും പതിവായി ഫോളോ അപ്പ് ചെയ്യേണ്ടതാണ്. ഓട്ടിസം ബാധിതരുടെ പ്രത്യേക പെരുമാറ്റത്തിന് പിന്നിലെ കാരണം മനസ്സിലാക്കി പ്രവർത്തിക്കുന്നത് നല്ലതായിരിക്കും. ഓട്ടിസ്റ്റിക് കുട്ടികൾ എല്ലാം ഒരു പ്രത്യേക ഷെഡ്യൂൾ പിന്തുടരുന്നവരാണ്. അതിൽ ഒരെണ്ണം തെറ്റിയാൽ അത് അവരിൽ ഉത്കണ്ഠ സൃഷ്ടിച്ചേക്കാം. അതിനാൽ അവർ ഏതെങ്കിലും പുതിയ പ്രശ്നങ്ങൾ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ അവരുടെ പതിവിൽ വരുത്തിയ മാറ്റം എന്തെന്ന് ചിന്തിക്കുക. അവരുടെ ദിനചര്യയിൽ മാറ്റം വരുത്താതിരിക്കാൻ ശ്രമിക്കുക. ഒരു മാറ്റം ഒഴിവാക്കാനാവില്ലെങ്കിൽ അവ മുൻകൂട്ടി തയ്യാറാക്കി പതുക്കെ പതുക്കെ അവനെ പരിചയപ്പെടുത്തുക. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറും ഹോമിയോപ്പതിയും തിരുവനന്തപുരം നേമം ശ്രീ വിദ്യാധിരാജ ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ BR ബിന്ദു സംസാരിക്കുകയായിരുന്നു ഇതുവരെ. Shadha